രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ലൈംഗികാക്രമണങ്ങൾ വെറും ഇക്കിളി വാർത്തകൾ മാത്രമായി വായിക്കപ്പെടുന്ന മലയാളി സമൂഹം ആഴത്തിലിരുന്ന് പഠിക്കേണ്ട വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുപോലെ സമാനതകളില്ലാത്ത ഒരു ലൈംഗിക കുറ്റവാളിയെ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 3 ബലാത്സംഗ കേസുകളിലും ഇയാൾ ഇരയെ പീഡിപ്പിച്ചത് സമാന രീതിയിൽ. ആദ്യം അടുപ്പം സ്ഥാപിക്കും, പിന്നെ കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടും, അതിനുശേഷം കാലുമാറും, ഗർഭം നശിപ്പിക്കാൻ നിർബന്ധിക്കും. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെണ്ണിലേക്ക്. നോക്കൂ, ലോകത്തെ കുപ്രസിദ്ധി ആർജിച്ച സൈക്കോ സെക്ഷൽ ക്രിമിനലുകളിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു കഥയും രീതികളും വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ സിനിമകളിലും നോവലുകളിലും. ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ നാട്ടിൽ ജനിച്ചു എന്നതല്ല, ഇത്രയും കാലം പൊതുപ്രവർത്തന രംഗത്തും ചാനൽ ചർച്ചകളിലും പൊതുപരിപാടികളിലും ഈ വൈകൃതം മറച്ചുവെച്ച് നിറഞ്ഞു നിന്നു എന്നതിലാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. ഇക്കാര്യം അറിയാതെയാണെങ്കിലും ഇവനെ വോട്ടിട്ട് ജയിപ്പിച്ച് MLA ആക്കി എന്നതിലാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ലജ്ജിക്കേണ്ടത്. ഇതേ ക്രിമിനലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇരുന്നത് എന്നതിൽ ആ രാഷ്ട്രീയ പാർട്ടിയെങ്കിലും കുമ്പസരിക്കേണ്ടി വരും. നോക്കൂ, 3ാമത്തെ ബലാത്സംഗ പരാതിയിലും ഈ ക്രിമിനലിനെതിരെ ഉള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിക്രൂരമായ ബലാത്സംഗമാണ് നേരിട്ടതെന്നും സാമ്പത്തികമായും വലിയ രീതിയിൽ ചൂഷണം ചെയ്തെന്നും പരാതിയിൽ ആരോപിക്കുന്നു. വിവാഹ ബന്ധത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിൽ സൗഹൃദം സ്ഥാപിക്കുന്നു. സാമൂഹിക മാധ്യമം വഴി ചാറ്റിംഗ് പതിവാകുന്നു. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മുഖത്തടിക്കുകയും മുഖത്തേക്ക് തുപ്പുകയും ചെയ്തതായി യുവതി പരാതിയിൽ പറയുന്നു. ഇതിനുശേഷം പതിവ് പോലെ വിവാഹ വാഗ്ദാനം, ബന്ധം അകലാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന ആവശ്യം. പക്ഷെ ഗർഭം ധരിച്ചതോടെ സ്വഭാവം മാറുന്നു. മറ്റാരുടെയോ ഗർഭമാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. ഗർഭം ഇയാളുടേതാണ് എന്ന് തെളിയിക്കാൻ പെൺകുട്ടിക്ക് മെഡിക്കൽ ഏജൻസിയെ സമീപിക്കേണ്ടി വരുന്നു. DNA സാമ്പിളിനായി സമീപിക്കുമ്പോൾ ഇയാൾ വിസമ്മതിക്കുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ഗർഭം അലസിപ്പോവുകയും ചെയ്യുന്നു. പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നേരിടേണ്ടി വന്നത് വലിയ ഭീഷണി, കുടുംബത്തെ ഉൾപ്പെടെ ഇല്ലാതാകുമെന്ന മുന്നറിയിപ്പ്. ഇതോടൊപ്പം സാമ്പത്തിക ചൂഷണവും. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് വില കൂടിയ വാച്ചും ചെരുപ്പും വസ്ത്രങ്ങളും വാങ്ങാൻ പണം ആവശ്യപ്പെടുകയും പെൺകുട്ടി നൽകുകയും ചെയ്യുന്നു. ചെരുപ്പിന് മാത്രം നൽകിയത് 10,000 രൂപ. ഇനി നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കൂ. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊലപാതകമാണെന്നിരിക്കെ ഇവൻ ചെയ്തിരിക്കുന്നത് കൊടും ക്രൂര കൊലപാതകമാണ്. ഒരു കുറ്റവാളി എന്നതിൽ നിന്ന് ഇവനൊരു കൊലയാളി എന്നതിലേക്ക് മാറിയിരിക്കുന്നു. വിശ്വസിക്കാൻ നമുക്കിപ്പോഴും കഴിയുന്നുണ്ടോ ഇയാൾ ഒരു പൊതുപ്രവർത്തകനായിരുന്നുവെന്ന്, ജനപ്രതിനിധിയായിരുന്നുവെന്ന്? നമുക്കൊക്കെ നമ്മളോട് തന്നെ ഇനിയും വെറുപ്പ് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം സൈക്കോകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം.